ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് 10th പ്രിലിമിനറി എക്സാമിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഫെബ്രുവരി 8-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേജുകളും കഴിഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റേജിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളെ, GK ചോദ്യങ്ങളെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് ഒരു ഓഡിയോ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അത് സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? അത് ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിരിക്കുന്നു? ആനന്ദമഠം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് കബനി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നതാണ് കബനി. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ്. സംസ്ഥാന ചിത്രശലഭം എന്ന് പറയുന്നത് ബുദ്ധമയൂരിയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെ ഉൾക്കൊള്ളിച്ചതാണ്? അത് 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ്. ആയുഷ്മാൻ ഭാരത് ഇത് 70 വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി. അടുത്തത്, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? അപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നത് 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 2010. അടുത്തത്, ലഞ്ചുബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത്? ഇപ്പോൾ ലഞ്ചുബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. ബന്ധമുള്ളതല്ല. 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ബന്ധമില്ലാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ള. അപ്പോൾ ശരി ഉത്തരം, അതായത് ബന്ധമുള്ളത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, നിസ്സഹകരണ പ്രസ്ഥാനമാണല്ലോ. അപ്പോൾ അത് ഒന്ന്, തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക. നിസ്സഹകരണത്തിൻ്റെ ഭാഗമാണ് തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. അതുപോലെ നികുതി നൽകാതിരിക്കുക. ഇതാണ് ഇതിനകത്ത് ശരിയായത്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? നവമഞ്ജരിയാണ് ശ്രീനാരായണ ഗുരു രചിച്ചത്. നവമഞ്ജരി. അപ്പോൾ അരുൾനൂൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അരുൾനൂല്, അകലത്തിരുട്ട് ഇതെല്ലാം വൈകുണ്ഠസ്വാമികളുടേതാണ്. പിന്നെ മറ്റൊന്ന് കൊടുത്തിരിക്കുന്ന ആദിഭാഷയാണ്. ആദിഭാഷ എന്ന് പറയുന്നത് ചട്ടമ്പിസ്വാമികളുടേതാണ്. പിന്നെ ചട്ടമ്പിസ്വാമികളെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ഇപ്പം നവമഞ്ജരി എന്ന കൃതിയെ പറ്റി നമ്മൾ കൂടുതൽ പറയുമ്പോൾ ചട്ടമ്പിസ്വാമികളെ പ്രകീർത്തിച്ചുകൊണ്ട് രചിച്ചതാണ്. ചട്ടമ്പിസ്വാമികളെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ആരെയാണ് പ്രകീർത്തിക്കുന്നത്? ചട്ടമ്പിസ്വാമികളെയാണ്. അത് മറന്നുപോലെ ചട്ടമ്പിസ്വാമികളെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയതാണ് നവമഞ്ജരി. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? അത് ധോളവീരയാണ്. ജലസംഭരണികളെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ധോളവീരയിലാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ്. അതിനകത്ത് ഈ ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിൻ്റെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബന്ധമുള്ളതെന്ന് നോക്കാം. ആനി ബസന്റുമായി ബന്ധമുള്ളത് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ആനി ബസന്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ട്? ആനി ബസന്റാണ് 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ആനി ബസന്റ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത്, പാഞ്ചാലി ശപഥം എഴുതിയതാരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ ഒരു മഹാലക്ഷ്മി സ്കീം നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പാക്കിയത് തെലങ്കാനയാണ്.
അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ദേശീയ പതാകയും ദേശീയഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ പിടിമുറുക്കുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയ്ക്ക് പരിഗണന കൊടുക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നു എന്നുള്ളത് ഒന്ന്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ അത് രണ്ടും ശരിയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ്? അപ്പോൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാർ അമൃത്കർ, സരോജിനി നായിഡു. അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിൻ്റെ മലയാളി താരമാണ് PR ശ്രീജേഷ്. ആരാണ്? PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ സംരക്ഷിക മൃഗമാണ് വരയാട്. ഇരവികുളത്തുള്ളത് വരയാട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായി പറയുന്നത് എന്തെല്ലാമാണ്? മൃദുഭാവേ ദൃഢകൃത്യേ. പോലീസ് സേനയുടെ മേധാവി പറയുന്നതാണ് DGP. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടത്തിൽ നിന്നാണ്. കേരളത്തിൻ്റെ വടക്കേയറ്റുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കർഷക ദിനം ചിങ്ങം 1. താഴെ കൊടുത്തിരിക്കുന്നവയിലെ ശരിയായ ജോഡികളെ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തത് ഭക്രാനങ്കൽ സത്ലജിലാണ്, ഹിരാക്കുണ്ട് മഹാനദിയിലാണ്, പിന്നെ സർദാർ സരോവർ നർമ്മദയിലാണ്. വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് എന്താണ്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. അത് ശരിയാണ്. രണ്ടാമത്തെ 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം ആരംഭിച്ചു. ശരിയാണ്. പിന്നെ എന്താണ്? 1914 ശിവയോഗി വിലാസം മാസികയും ആരംഭിച്ചു. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് പറയുമ്പോൾ ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരാണ്. നവയുഗ സംസ്കാര സമിതി ദേശാഭിമാനി എന്ന നാടകം അവതരിപ്പിച്ചു. അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെതാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പം സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. ശരി. വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു. ഓക്കെ. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അത് സതിഹിത ബോധിനിയാണ്. സതിഹിത ബോധിനി. താഴെ കൊടുത്തിരിക്കുന്നവയിലെ ശരിയായ ജോഡികളെ കണ്ടെത്തി എഴുതുമ്പം കേരള മീഡിയ അക്കാദമി ഉള്ളത് തെറ്റാണ്. ചലച്ചിത്ര അക്കാദമി എവിടെയാണ്? തിരുവനന്തപുരത്ത്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്തും ഫോക്ലോർ അക്കാദമി കണ്ണൂരുമാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെ പറയുമ്പോൾ ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി തലീം പദ്ധതി. പിന്നെ ഭഗവത്ഗീത ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920കളിലാണ്. പിന്നെ ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചതാണ് ബെൻ കിങ്സ്ലി ആണ്. ബെൻ കിങ്സ്ലി. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിലെ തെറ്റായ ജോഡികളെ കണ്ടെത്തുക എന്നുള്ളതാണ്. തെറ്റായതൊന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ എന്താണ്? നാറ്റോ ബ്രസൽസ്. അപ്പോൾ എന്തൊക്കെയാണ് ശരി നോക്കാം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം. ഇന്റർപോൾ ലിയോൺ. ഇന്ത്യ വിൻ ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് ഇന്ത്യ വിൻ ഫ്രീഡം. ആസാം ഹിമാലയ പർവ്വതങ്ങൾ ഉയരം കൂടിയത് ഏതാണ്? നമച്ച ബർവ എന്നാണ് പറയുന്നത്. നമച്ച ബർവ. കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരീവ എന്ന് പറയുന്നൊരു മണ്ണാണ് കരീവ. അടുത്തത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനനപ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. റാറ്റ് ഹോൾ മൈനിങ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന രൂപം നദീരൂപം ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ അണവനിലയം ഉത്തർപ്രദേശ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ റഷ്യയിലാണ്. ഗുർ ഖണ്ഡസാരി.
അടുത്തത് ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സ്ഥലം. മാംഗനീസ് നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സ്ഥലം മധ്യപ്രദേശാണ്. മാംഗനീസ് നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന മധ്യപ്രദേശ്. അജണ്ട 21 എന്താണ്? ആഗോള സുസ്ഥിര വികസനമാണ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം എന്ന് പറയുന്നത് നീണ്ടകരയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറിച്ച് കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്തൊക്കെയാണ് ശരി എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഒന്ന്, ബ്രിട്ടീഷുകാരുടെ അമിത നികുതി. ഓക്കെ. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. രണ്ടും ശരിയാണ്. ഇനി വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച നാടകം ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സംഭവ നേതൃത്വമാണ്? കെ.ബി. മേനോൻ പറയുന്നത് കീഴരിയൂർ ബോംബേഴ്സ് ആണ്. കെ.ബി. മേനോൻ കീഴരിയൂർ ബോംബേഴ്സ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനാണ്. 2024 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡൻക്യോ. അടുത്ത 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയിയാണ് കാരിച്ചാൽ ചുണ്ടൻ. താഴെ പറയുന്ന പോലെ ശരിയായ ജോഡിയാണ് പണ്ഡിറ്റ് വീരപ്പനും ജാതിക്കുമ്മിയാണ്. 2025 പോലീസ് ഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ്. അത് ഇന്ത്യയാണ്. അടുത്തത് ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഓവ്യൂൾ വിത്താകുന്നു. എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണം ബോട്ടണിക്കൽ ഗാർഡനുകൾ. ഗ്രന്ഥികോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നതാണ് ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്ന രക്തത്തിൽ കാണുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. തന്നിരിക്കുന്നതിൽ മാംസത്തിന് ദഹനവുമായി ബന്ധമില്ലാത്തതാണ് ലിപ്പേസ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകളെയാണ് കണ്ടെത്തേണ്ടത്. തെറ്റായ പ്രസ്താവന ആദ്യം നമുക്കൊന്ന് വായിക്കാം. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കുന്നതിന് ശരി എന്തൊക്കെയാണെന്ന് നോക്കാം. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിനും വാസോപ്രസിന് ശ്രമിക്കുന്നുണ്ട്. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന് ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിന് ഉൽപ്പാദനം കുറയുന്നതിന് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണം കുറയുന്നു. ട്യൂണിക്കൾച്ചർ, മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ, തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്തെല്ലാമാണ്? പേശികോശം ന്യൂറോണിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. എന്താണ്? സിനാപ്സ് പേശികോശത്തിനും ന്യൂറോണിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയതാണ് ഫ്ലൂറിൻ. അടുത്ത സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അൽനിക്കോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ബേക്കലൈറ്റ്. പ്രോട്ടോണിന് പേര് കൊടുത്തത് ഏണസ്റ്റ് റൂദർഫോർഡ്. LPGയുടെ മുഖ്യ ഘടകം ബ്യൂട്ടെയിൻ. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. വസ്തുവിന് ചലനം കൊണ്ട് ലഭ്യമാകുന്നതാണ് ഗതികോർജ്ജം. താഴെ ഗ്രീൻ എനർജി അല്ലാത്ത ആറ്റോമിക് റിയാക്ടറുകൾ. കടലിൻ്റെ ആഴം കണക്കാക്കുന്നതിനാണ് അൾട്രാസോണിക്. കടലിൻ്റെ ആഴം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ആണ്. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.